ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പോണുവാവേ ആന കാണാനാണ്. ആനപ്രേമികൾക്കും കൊച്ചുകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടില സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോട്ടൂർ എക്കോ ടൂറിസത്തിൻ്റെ എൻട്രൻസ്. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആനക്കുട്ടൻ്റെ അടുത്തെത്തി. നല്ല രസമുണ്ടല്ലേ ആന? ഇനി അടുത്ത ആനയെ കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ ഗൈഡുണ്ട്. നമുക്ക് ആനയുടെ പേരും വയസ്സും ഒക്കെ പറഞ്ഞു തരും. ഈ ആനയ്ക്ക് കാലിൽ എന്തോ മുറിവ് പറ്റി അവർ മരുന്ന് പുരട്ടുകയാണ്. ആന എവിടെ പോയാ? അയ്യോ പോട്ടെ. അപ്പോൾ അതാ വരുന്നു മക്കളെ ഒരു കൊമ്പനാന. ആനയുടെ തലയെടുപ്പും നടത്തവും ഒക്കെ കാണാൻ എന്ത് രസമാണല്ലേ? അടുത്ത ആന ഇപ്പോൾ വരും മക്കളെ. ആനയെ കണ്ടപ്പോൾ കുഞ്ഞാവയ്ക്ക് സന്തോഷമായി. കറുത്തോരാന, മുഴുത്തോരാന, കറുത്തോരാന, മുഴുത്തോരാന, തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ, തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ. കൗതുകത്തോടെ ആനകളെ നോക്കി നിൽക്കാൻ തന്നെ ഒരു ചേലാണ്. എന്തൊരു ചേലാണ്, നെഞ്ചിലെ നേരാണ്, എൻ്റെ കിനാവാണ്, എന്തിനും നീയാണ്. ലാ 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 ലാ. അതാ ഒരു കൊമ്പനാന ആഹാരമൊക്കെ കൊണ്ടുവരുന്നല്ലോ. എന്ത് രസമാണല്ലേ കാണാൻ. നോക്കിയേ, ആനകൾ ഓരോന്നായിട്ട് വരുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. ഇതാണ് ആനയെ കുളിപ്പിക്കുന്നത്. നമ്മളെത്തിയപ്പം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ഊഞ്ഞാല് കണ്ടു. ഊഞ്ഞാല് കണ്ടപ്പോൾ കുഞ്ഞാവയ്ക്ക് ഊഞ്ഞാലാടണം. അങ്ങനെ ചേട്ടനും കുഞ്ഞാവയും കൂടെ ഊഞ്ഞാലാടാൻ പോയി. ഇത് കണ്ടോണ്ട് വന്ന കുറച്ച് പേര് പറഞ്ഞു, ഇത് പണ്ടത്തെ ഊഞ്ഞാലാണ്, അധികം ബലമൊന്നുമില്ല, അതുകൊണ്ട് വലുതായിട്ട് ആടരുതെന്ന്. അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് ആടണമെന്ന് പറഞ്ഞ് കുഞ്ഞാവ പിണങ്ങി. ഇവിടെയാണ് ബോട്ടിംഗ് സ്പോട്ട്. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത്. എന്ത് ഭംഗിയാണെന്നോ ഇവയൊക്കെ കാണാൻ. നല്ല കായലും കായലിന് ചുറ്റും മരങ്ങളും നല്ല തണുത്ത കാറ്റും, മൊത്തത്തിലൊരു ശാന്തമായ അന്തരീക്ഷം, ഒരു പ്രകൃതി രമണീയമായ കാഴ്ച തന്നെയാണ്. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും. നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു. ഇനി ആനക്കുട്ടികളെ കാണാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആനക്കുട്ടിയുടെ അടുത്തെത്തി. അപ്പോഴേക്കും ആനക്കുട്ടി ആഹാരം കഴിക്കായിരുന്നു. കുട്ടന്മാരെയും കുട്ടിയാനകളെയൊക്കെ കണ്ടപ്പോൾ കുഞ്ഞാവ് ഭയങ്കര ഹാപ്പിയായി. കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണിത് എന്നതിൽ ഒരു സംശയമില്ല. രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണിക്കുമാണ് ആനയെ കുളിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് ആനയെ കുളിപ്പിക്കുന്നതും ആനയെ അഴിച്ചുകൊണ്ട് പോകുന്നതും ആന ഫുഡ് കഴിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ആനയുടെ ഡാൻസൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് പോകാനേ തോന്നില്ല. അത്രയ്ക്ക് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. തന്നെയാണോ? ശരിയാണെന്താ? നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.